എല്ലാവർക്കും അമ്മൂസ് അനൂസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞാനിന്ന് പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. എല്ലാവർക്കും ഞങ്ങളുടെ അമ്മൂസ് അനൂസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. കുറച്ച് ദിവസമായിട്ട് ഞങ്ങൾ വീഡിയോ ഒന്നും ഇടാനില്ല കേട്ടോ. അപ്പം ഒന്ന് ഒരു ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഒരു സാധനം ഓർഡർ ചെയ്താട്ടോ, ഒരു പ്രോഡക്റ്റ് വന്നതാണ്. അപ്പം അതിനെ പറ്റിയിട്ട് ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അന്ന് വന്നത്. കുറേ പേർക്ക് ഉപകാരമാവും. അപ്പോൾ അത് പറയാൻ വേണ്ടിയിട്ട്, ശരിക്കും ഇതിനെ പറ്റിയിട്ട് എനിക്കും അറിയില്ലായിരുന്നു. ഇന്നിപ്പോൾ ഓർഡർ ചെയ്ത് വന്നപ്പോഴാണ് ഇത് സംഗതി നല്ല യൂസ്ഫുൾ ആണല്ലോ എന്ന് മനസ്സിലായത്. അപ്പോൾ ഇത് ഷെയർ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്ന് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. എന്നിട്ട് ആ ബെല്ലൈക്കൺ ഉണ്ടല്ലോ, ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുത്ത് ഞങ്ങളുടെ വീഡിയോസൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. പിന്നെ വീഡിയോ ഫുള്ള് സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ടൊന്ന് കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക ഒക്കെ ചെയ്യണേ. അപ്പോൾ വീഡിയോയിലിട്ട് കിടക്കാം കേട്ടോ. അപ്പോൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്. അതായത് ഞങ്ങൾക്ക് വെള്ളത്തിന് നല്ല കുടിക്കണ വെള്ളത്തിലൊക്കെ ഉണ്ടല്ലോ നല്ല ചളിവെള്ളമാണ് വരുന്നത്. ചളിവെള്ളം പറഞ്ഞാൽ ആകെ ഒരു കളറൊക്കെ മാറ്റം, ചളിയൊന്നുമില്ല, നല്ലൊരു കളർ മാറ്റമുള്ള വെള്ളമൊക്കെയാണ് വരുന്നത്. വേനൽക്കാലത്ത് പിന്നെ പറയേ വേണ്ട, നല്ല ചളിവെള്ളമാണ് ഞങ്ങൾക്ക് വരുന്നത്. അപ്പോൾ അതിന് ഒരു എന്താണ് ഇപ്പോൾ പരിഹാരം എന്ന് ആലോചിക്കാൻ പറഞ്ഞിട്ട് കുറേ. അപ്പോൾ ഫ്ലിപ്കാർട്ടിൽ ഇങ്ങനെ തിരഞ്ഞപ്പോൾ ഇത് കണ്ടുപിടിച്ചിട്ടോ. അത് വാട്ടർ പ്യൂരിഫയർ ആണ്, അതായത് വാട്ടർ ഫിൽറ്ററാണ്. ഫിൽറ്റർ ചെയ്തിട്ട് നമുക്ക് നല്ല പ്യുവർ വാട്ടർ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് കേട്ടോ അത്. ഇതാണ് ഇതിൻ്റെ മെയിൻ ഭാഗങ്ങൾ രണ്ടെണ്ണം. അപ്പോൾ ഇതിൻ്റെ പേരെന്താണെന്നറിയോ? ഈ കമ്പനീൻ്റെ പേര്, ഈ പ്രോഡക്റ്റിൻ്റെ പേര് സ്പ്ലാഷ് സാൻഹ്വ വാട്ടർ ഫിൽറ്റർ എന്നാണ് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ അതിൻ്റെ പേര്, സ്പ്ലാഷ് സാൻഹ്വ വാട്ടർ ഫിൽറ്റർ. അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഇതിൽ എഴുതിയിരുന്നത് 1000 എന്നായിരുന്നു. പക്ഷെ ഞങ്ങൾ വാങ്ങിയപ്പോൾ ഞങ്ങൾക്ക് 300 രൂപയ്ക്ക് കിട്ടിയിട്ടോ ഈ സാധനം. ഇതാണ് സംഗതി. ഇതിൻ്റെ ഒരു ലോക്കാണ് കേട്ടോ, ഇതിൻ്റെ ലോക്കാണേ. അപ്പോൾ ഇതെന്താ സംഗതി വെച്ചാൽ ഇതിലുള്ള ഭാഗങ്ങൾ ഒന്ന് പറയാം കേട്ടോ. ഇത് നമ്മൾ പൈപ്പിലേക്ക് അങ്ങനെ കയറ്റി ടൈറ്റാക്കി നിർത്തേണ്ട ഭാഗമാണ് ഇത്, വായ്ഭാഗം. പിന്നെ താഴത്തേക്ക് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ കണ്ടോ കുറേ ഒരു മണി വൈറ്റ് കളറിൽ. ഇതെന്താന്ന് വെച്ചാൽ കാൽസ്യം സൾഫേറ്റ് ആണ്. കാൽസ്യം സൾഫേറ്റ് ആണ്. ഇതെന്തിനാന്ന് വെച്ചാൽ ഈ ആദ്യം വെള്ളം വരുന്നത് എത്തണ ഭാഗമാണ് കാൽസ്യം സൾഫേറ്റ് ഉള്ള ഭാഗം. ഇതൊന്നും വെള്ളം തട്ടിയാൽ അലിഞ്ഞു പോണ സാധനമല്ല കേട്ടോ. കാൽസ്യം സൾഫേറ്റ് ഒക്കെ അറിയാലോ, നല്ല കട്ടിയുള്ള സ്റ്റോൺ പോലെ തന്നെയാണ് സംഗതി. അതിൻ്റെ നടുവിലുള്ള ഭാഗം കണ്ടോ, കാന്തങ്ങളാണ് കേട്ടോ. 2 കാന്തങ്ങളെ തമ്മിൽ ചേർത്ത് വെച്ചിരിക്കുന്ന ഭാഗമാണ് ഇത്. മാഗ്നറ്റിക് ഫിൽറ്ററാണ്, അതായത് ഈ ഭാഗത്താണ് ഫിൽട്രേഷൻ നടക്കുന്നത്. അപ്പോൾ ഈ കാന്തങ്ങൾ വെച്ചതിൻ്റെ നടുവിൽ എന്തോ പ്രോസസ്സിങ് നടക്കുന്നുണ്ട് കേട്ടോ, എന്തോ വെച്ചിട്ടുണ്ട് അവിടെ, അത് നമുക്കറിയില്ലല്ലോ ശരിക്കും. അപ്പോൾ ഈ വെള്ളം ആദ്യം കാൽസ്യം സൾഫേറ്റിൽ തട്ടിയിട്ട് പിന്നെ മാഗ്നറ്റിക് ഫിൽറ്ററിലെത്തും. പിന്നെ ഈ താഴത്തുള്ളത് എന്താ വെച്ചാൽ ഈ ഫിൽറ്ററിൽ നിന്ന് ഇങ്ങോട്ട് പോരുമ്പോൾ തന്നെ ഈ മാഗ്നറ്റിൽ നിന്ന് അപ്പുറത്തേക്ക് എത്തുമ്പോൾ തന്നെ ഫിൽട്രേഷൻ നടക്കും, വെള്ളം നല്ല പ്യുവറായിട്ട് കിട്ടും. പക്ഷേ പിന്നെയുണ്ടല്ലോ കാര്യങ്ങൾ, അതായത് അണുബാധ ഉണ്ടാവും ചില വെള്ളത്തിൽ, നല്ല അണുക്കളൊക്കെ ഉണ്ടെങ്കിൽ പോണ്ടേ, അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ് ഇതിലുള്ളത്. അതായത് ഈ 3ാമത്തെ തട്ടിലുള്ളത് മെഡിക്കൽ സ്റ്റോണാണ്. സ്റ്റോൺ പറഞ്ഞാൽ അറിയാലോ, കല്ലാണ്. അതുകൊണ്ട് ഇത് അലിഞ്ഞു പോവില്ല. ഇത് എത്ര വെള്ളം തട്ടിയാലും ഈ കാൽസ്യം സൾഫേറ്റും അലിഞ്ഞു പോവില്ല. ഈ മെഡിക്കൽ സ്റ്റോണും അലിഞ്ഞു പോവില്ല. ഈ മെഡിക്കൽ സ്റ്റോൺ പറഞ്ഞാൽ മരുന്ന് കല്ലാണ് കേട്ടോ, മരുന്ന് കല്ലാണ്. അതായത് നമ്മുടെ വെള്ളം പ്യുവറായിട്ട് ഫിൽട്ടർ ചെയ്ത് വരുമ്പോൾ അതിൽ ബാക്കി വല്ല അണുബാധയോ അണുക്കളോ ഒക്കെ ഉണ്ടെങ്കിൽ, വേറെ വല്ല വൈറസും ഒക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഈ മരുന്ന് കല്ല് പിടിച്ചെടുക്കും. എന്നിട്ടാണ് ഈ താഴത്ത് കൂടെ നമുക്ക് നല്ല പ്യുവർ വെള്ളം കിട്ടുന്നത്. ഇത് കണ്ടോ, ഇതിൽ നിറയെ ഹോളാണ് കേട്ടോ, നിറയെ കുഞ്ഞു ഹോളുകളാണ്. അപ്പോൾ ഈ വെള്ളം നമ്മൾ പൈപ്പ് ഇതിങ്ങനെ മുറുക്കി കൊടുക്കുമ്പോൾ പൈപ്പ് കൂടെ വെള്ളം ഇറങ്ങി ആദ്യം കാൽസ്യം സൾഫേറ്റിലെത്തും, പിന്നെ ഇത് ഫിൽട്ടർ ചെയ്യപ്പെടും. ഇവിടുന്ന് വല്ല അണുക്കളൊക്കെ ഉണ്ടെങ്കിൽ ഈ മരുന്ന് കല്ല് വലിച്ചെടുക്കും. അങ്ങനെ നമുക്ക് നല്ല വെള്ളം കിട്ടും. ഇതെങ്ങനെ നമ്മൾ പൈപ്പിൽ ഫിറ്റ് ചെയ്യാന്ന് വെച്ചാൽ, ആദ്യം ഈ ഇതുണ്ടല്ലോ ലോക്കാണ് ഇട്ടത്, ഇത് നമ്മൾ ആദ്യം ഒന്ന് ഇത് തിരിച്ചിട്ട് ഇങ്ങനെ ലൂസാക്കി നിർത്തണം.
ലൂസാക്കുമ്പോൾ ഈ വളയം ഇങ്ങനെ വലുതായിട്ട് വരും. ഈ വലുതായിട്ട് വരുമ്പോൾ നമ്മളിതിങ്ങനെ ഇറക്കി കൊടുക്കുക കേട്ടോ. ഇതിങ്ങനെ ഇറക്കി വയ്ക്കുക. എന്നിട്ടാണ് ഇത് ഇറക്കി വെച്ച ശേഷം നമ്മൾ പൈപ്പ്, ഇതിൽ ഞാൻ കാണിക്കണമൊന്നുമില്ല കേട്ടോ, പൈപ്പിൽ വെച്ചിട്ട് കാണിക്കണമൊന്നുമില്ല, കാരണം അത് ഞങ്ങൾ ഉപയോഗിച്ചിട്ടില്ല. ഇതിനെപ്പറ്റി ഞാൻ നന്നായി പഠിച്ചപ്പോൾ ഇത് സാധനം നല്ല പ്രോഡക്റ്റാണ്, നല്ല കാര്യമുണ്ടെന്ന് മനസ്സിലായി. അതുകൊണ്ട് ഇത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ പിന്നെ നമ്മളിത് പൈപ്പിൽ ഇങ്ങനെ വെച്ച് കൊടുക്കണം. ഇത് വെച്ച് തിരിച്ച് നല്ല ടൈറ്റ് ആക്കണം. എന്താ വെച്ചാൽ വെള്ളം ലീക്കാവാതിരിക്കാൻ വേണ്ടി നല്ല ടൈറ്റ് ആക്കുക. എന്നിട്ട് പൈപ്പ് ഇത് തിരിച്ച് ടൈറ്റാക്കിയ ശേഷം ഇവിടെ നമ്മൾ നല്ല തിരിച്ച് ഇതങ്ങനെ ടൈറ്റാക്കുക. ഇങ്ങനെ ടൈറ്റാക്കി നല്ലോണം ടൈറ്റാക്കിയിട്ട് ഈ ഭാഗം, അതായത് പൈപ്പിൻ്റെ വായ്ഭാഗം ഇങ്ങോട്ട് ഇറക്കി വെച്ചിട്ടുണ്ടാവില്ലേ, അത് നല്ല മുറുകിയിട്ടില്ലേന്ന് നമ്മൾ ശ്രദ്ധിക്കണം. ഇതും മുറുകിയിട്ടില്ലേന്ന് ശ്രദ്ധിക്കണം. എന്നിട്ട് പൈപ്പ് തുറക്കുമ്പോഴാണ് വെള്ളം ഇതിലൂടെ വന്ന് മരുന്നുകളിൽ നല്ല പ്യുവർ വെള്ളം നമുക്ക് ഇത് കൂടെ കിട്ടണത്, പ്യുവറായിട്ട് കിട്ടും. അപ്പോൾ ഇതിൻ്റെ വില എത്രയെന്ന് വെച്ചാൽ 300 രൂപയാണ് ഫ്ലിപ്കാർട്ടിൽ കേട്ടോ. ഫ്ലിപ്കാർട്ട് പ്രോഡക്റ്റാണ്, അടിപൊളി പ്രോഡക്റ്റാണ്. അപ്പോൾ ഞങ്ങളിത് പരീക്ഷിക്കാൻ പോണേ ഉള്ളൂ. പക്ഷെ ഞാൻ ഇതിനെപ്പറ്റി പഠിച്ചത് വെച്ചിട്ട് പറയാണ്. ഇത് സാധനം ഞാൻ ആദ്യമായിട്ടോ കാണുന്നത്, സംഗതി ഇത് ആദ്യമായിട്ടാണ് കാണുന്നത്. ഞാൻ അത് ഓർഡർ ചെയ്തത് പോലും അറിഞ്ഞിട്ടില്ല. ഇത് വീട്ടിലെത്തിയപ്പോഴാണ് ഞാൻ അറിയണത്. അപ്പോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. ഞാൻ ഇവിടെ കുറേ ആയിട്ട് പരാതി പറയണതാണ്, ചെളിവെള്ളമാണ് ഞങ്ങൾക്ക് കിട്ടുന്നത് കുടിക്കാനൊക്കെ. വേനൽക്കാലത്ത് നല്ല വെള്ളം കിട്ടില്ല ഞങ്ങൾക്ക്. അങ്ങനെയായിരുന്നു, ഭയങ്കര കഷ്ടമായിരുന്നു വേനൽക്കാലത്തൊക്കെ നല്ല വെള്ളം കുടിക്കാൻ വെക്കാനൊക്കെ കിട്ടാൻ. അപ്പം ഇനി ഇതും കൂടെ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഊരുണ്ടല്ലോ, 2 മാസം കൂടുമ്പോൾ നമ്മളിത് അഴിച്ച് കഴുകിയാൽ മാത്രം മതി. പിന്നെ ആദ്യം ഫിറ്റ് ചെയ്യുക, അത്രേ വേണ്ടുള്ളൂ. അപ്പോൾ ഇത് വാങ്ങണത് നന്നായിരിക്കും കേട്ടോ. കുടിക്കണ വെള്ളമൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഇതുണ്ടോ, ഇതാണ് പേര്, ഫ്ലാഷ് സൻഹ്വ വാട്ടർ ഫിൽറ്റർ. അപ്പോൾ എൻ്റെ ഈ കൊച്ചു വീഡിയോ ഞാൻ നിർത്തുകയാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും കാണുക കേട്ടോ. ഇതിനെപ്പറ്റി എനിക്ക് വലിയ അറിവൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ ഇത് വാങ്ങിയ സ്ഥിതിക്ക് ഇതൊന്ന് ഷെയർ ചെയ്യണം, അത്രേ വിചാരിച്ചുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വരുന്നവരെ എല്ലാവർക്കും, വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും ബിഗ് താങ്ക്സ്.